എവിടെ സിന്ധുവിന്റെ ഭർത്താവ്? വിളിക്കാം. ഡോക്ടർ, എങ്ങനെയുണ്ട് ഡോക്ടർ എൻ്റെ മോൾക്ക്? സിന്ധുവിന്റെ അമ്മയാണോ അതോ അമ്മായിയമ്മയോ? അമ്മയാണ്. ഒന്നും പറയാറായിട്ടില്ല. ആത്മഹത്യ ചെയ്യാൻ മാത്രം എന്താണ് ഉണ്ടായത് അവൾക്ക്? എല്ലാവരും ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ നമ്മളൊക്കെ എവിടെ എത്തും? കഷ്ടം. ഡോക്ടർ, വിനയൻ, എന്താണ് ഉണ്ടായത്? എപ്പോഴാണ് സംഭവിച്ചത്? ഡോക്ടർ, ഞാൻ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. മുറിയിൽ നിലാവെളിച്ചത്തിൽ ഒരു പിടച്ചിൽ കണ്ടു. പക്ഷേ അമ്മ ഉറക്കത്തിലായതുകൊണ്ട് അറിഞ്ഞിട്ടുമില്ല. അവൾക്ക് എങ്ങനെയുണ്ട് ഡോക്ടർ? എന്നെ സിന്ധുവിന് കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പം അവൾക്കല്ല, നിങ്ങൾക്കൊക്കെയാണ്. ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നില്ലേ? അവൾക്ക് ഏറ്റവും കൂടുതൽ സംരക്ഷണവും പരിചരണവും ലഭിക്കേണ്ട അവസരമായിരുന്നു ഇത്. എന്നിട്ടും ടോക്കൺ നമ്പർ 30 സിന്ധു. അല്ല സിന്ധു, നീ കഴിഞ്ഞ ആഴ്ചയല്ലേ ടെസ്റ്റ് ചെയ്ത് പോയത്? പിന്നെന്തു പറ്റി? വല്ലാതിരിക്കുന്നല്ലോ. ഡോക്ടർ, എന്നെ സഹായിക്കണം. പറ്റില്ല എന്ന് പറയരുത്. സിന്ധു, നീ കാര്യം പറ. ഡോക്ടർ, എനിക്ക് കുഞ്ഞിനെ വേണ്ട. എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വാ, നമുക്ക് അപ്പുറത്തിരുന്ന് സംസാരിക്കാം. നിനക്കിതെന്തു പറ്റി? കഴിഞ്ഞ തവണ വന്നപ്പോൾ നീ ഇങ്ങനെയല്ലായിരുന്നല്ലോ. നീ എത്ര സന്തോഷവതിയായിരുന്നു. ഡോക്ടർ, ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കും. വിനയേട്ടന്റെ മോഹം, പ്രിയപ്പെട്ടവരുടെ കാത്തിരിപ്പുകൾ, ചുറ്റിത്തിരിഞ്ഞ അമ്പലങ്ങൾ, പ്രാർത്ഥനകൾ, ചിലവാക്കിയ ലക്ഷങ്ങൾ. നീയും വിനയനുമായി വഴക്കിട്ടോ? ഞാൻ എന്തായാലും ഒന്ന് വിനയനെ വിളിക്കട്ടെ. എന്താ കാര്യമെന്ന് അറിയാലോ. വേണ്ട, വിനയേട്ടൻ അറിയാതെയാണ് ഞാൻ വന്നത്. അറിഞ്ഞാൽ സമ്മതിക്കൂല. ജനിക്കുന്ന കുഞ്ഞ് മോളാണെങ്കിൽ അയ്യോ, ഞാൻ എങ്ങനെ വളർത്തും? ആരെ വിശ്വസിക്കും? പേടിയാകുന്നു. അച്ഛനെയോ മുത്തച്ഛനെയോ അടുത്ത വീട്ടിലെ മാമന്മാരെയോ അഷ്ടിക്ക് വകയില്ലാതെ ഭിക്ഷാടനക്കാരെയോ. ഇനി എൻ്റെ കുഞ്ഞ് മോനാണെങ്കിലോ? ഏത് രാഷ്ട്രീയ കോമരത്തിൻ്റെ വടിവാൾ അവൻ്റെ തലയിറക്കും? എൻ്റെ ചുറ്റും കാണുന്ന ഈ അരക്ഷിതാവസ്ഥയിലേക്ക് ഞാൻ കാരണം ഒരു കുഞ്ഞ് പിറക്കണ്ട. എന്താ മോളെ ഇതൊക്കെ? ഇങ്ങനെയുള്ള വാർത്തകൾ ശേഖരിച്ചു വെക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഇപ്പോഴാണോ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്?
എന്തിനാ ഇതൊക്കെ വായിക്കുന്നത്? അല്ലാതെ എന്തെല്ലാം നല്ല വാർത്തകൾ നമ്മുടെ പത്രങ്ങളിൽ വരുന്നുണ്ട്. എന്റെ കുട്ടി, ഗർഭകാലങ്ങളിൽ ഹോർമോണിന്റെ പ്രവർത്തനങ്ങൾ മനസ്സിൽ ചിന്തകളുടെ വേലിയേറ്റമായിരിക്കും. പെട്ടെന്ന് വികാരങ്ങൾക്ക് വശംവദയാകും. എന്നാലും നിന്റെ തീരുമാനം ഇത്തിരി കടുപ്പമായി പോയി. എനിക്കിത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. നല്ല ചിന്തകളെ മനസ്സിൽ നിറക്കുന്നതിന് പകരം നീ എന്തൊക്കെയാ മനസ്സിൽ കയറ്റി വെച്ചിരിക്കുന്നത്? നല്ല പാട്ടുകൾ കേൾക്കുക, നല്ല പുസ്തകം വായിക്കുക. ഡോക്ടർ, ഞാൻ ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയാണിത്. ആരുടെ ഉറപ്പിൽ ഞാൻ എൻ്റെ മക്കളെ വളർത്തും? 4 വരി കവിതകളിലൂടെ ലോകം നന്നാവുമെന്ന് കരുതുന്ന എഴുത്തുകാരോ, അതോ നിരന്തരം ഹർത്താൽ നടത്തുന്ന രാഷ്ട്രീയക്കാരോ? ഇല്ല, എനിക്ക് ആരിലും ഒന്നിലും വിശ്വാസമില്ല. ഡോക്ടർ, എനിക്ക് ഉറപ്പ് തരാൻ പറ്റുമോ? എങ്കിൽ എൻ്റെ തീരുമാനം മാറ്റാം. എനിക്ക് പറയാൻ കഴിയാത്ത അത്ര ആഗ്രഹമുണ്ട്. എന്നാലും എനിക്ക് പേടിയാ. ഡോക്ടർക്ക് വയ്യുന്നുണ്ടെങ്കിൽ ഞാൻ വേറെ വഴി നോക്കിക്കോളാം. എൻ്റെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എന്നെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ഏക ചിന്ത. ഞാൻ അവരുടെ ഏക മകളായി പോയില്ലേ? പിന്നെ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന വിനയേട്ടൻ. സങ്കടമുണ്ട് എല്ലാരെയും ഓർക്കുമ്പോൾ. കാലം മായ്ച്ചു കളയാത്ത വേദന ഉണ്ടാവുമോ? മോളെ, നിന്റെ കൂടെ ഞാനുണ്ട്. നീ ഇപ്പോൾ വളരെ ക്ഷീണിതയാണ്. അബോർഷൻ നടത്താനുള്ള ആരോഗ്യം ഇപ്പോൾ നിനക്കില്ല. ഒരു 10 ദിവസം ഞാൻ തരുന്ന മരുന്ന് കഴിച്ചിട്ട് വാ. വേറെ ആരെയും ഇതിനായി സമീപിക്കരുത്. എനിക്ക് പറ്റും നിന്നെ സഹായിക്കാൻ. ഈ ഒരു അവസ്ഥയിൽ അബോർഷൻ വളരെ റിസ്ക്കാണ്. ഞാൻ തരുന്ന മരുന്ന് കഴിച്ച് ഒരു 10 ഡേയ്സ് കഴിഞ്ഞു വരൂ. 10 ദിവസം കഴിഞ്ഞ് ഞാൻ വരും. അന്ന് ചെയ്തിരിക്കണം. എന്ത് മോളെ ഇത്? സിന്ധു, ഇനി ദുഃഖിച്ചിട്ട് കാര്യമില്ല. നിന്നെ മാത്രം രക്ഷിക്കാനേ ഞങ്ങൾക്ക് കഴിഞ്ഞുള്ളൂ. ഒരർത്ഥത്തിൽ നിന്റെ ആഗ്രഹം പോലെ തന്നെ സംഭവിച്ചു. ഇനിയെല്ലാം ഉൾക്കൊണ്ടേ പറ്റൂ. ആ കുഞ്ഞ് ഇനി പിറക്കില്ല. സിന്ധു, നല്ലോണം റെസ്റ്റ് വേണം. ഉറങ്ങിക്കോളൂ. ഞാൻ ഇപ്പൊ തിരികെ വരാം. ഡോക്ടറെ കാണാൻ ഒരു പോലീസുകാരൻ പുറത്തുണ്ട്. വരാൻ പറയൂ. മാഡം, ഗുഡ് മോർണിംഗ്. താങ്ക് യു. മാഡം, ആത്മഹത്യക്ക് ശ്രമിച്ച സിന്ധുവിൻ്റെ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാൻ വന്നു. ഇത് സിന്ധുവിൻ്റെ റൂമിൽ നിന്ന് കിട്ടിയ ആത്മഹത്യ കുറിപ്പാണ്. എൻ്റെ മരണത്തിന് ഞാൻ മാത്രമാണ് ഉത്തരവാദി. എനിക്ക് മറ്റൊരു തീരുമാനമെടുക്കാൻ കഴിയില്ല. ഡോക്ടറും എന്നെ കൈയൊഴിഞ്ഞതുപോലെ. ഞാനിപ്പോൾ സ്വതന്ത്രയാണ്. എൻ്റെ സുഹൃത്ത് ജേർണലിസ്റ്റ് പ്രിയ മോഹൻ്റെ ഫയലിൽ നിന്നാണ് കുട്ടികൾ നേരിടുന്ന ഈ ദുരന്തങ്ങൾ ഞാൻ അറിഞ്ഞത്. ഇത്രയും സത്യമാണെന്ന് എനിക്ക് ബോധ്യമായി. പെൺകുട്ടികളുടെ നാഭി തുരന്ന് പിച്ചു ചീന്തി നായാടുന്ന നരാധമന്മാരുടെ ലോകത്തേക്ക് എൻ്റെ കുഞ്ഞിനെ വിട്ടുകൊടുക്കാൻ എനിക്കാവില്ല. എനിക്കാവും വിധമുള്ള ഒരു പ്രതിരോധ സമരമാണിത്. എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ രക്ഷപ്പെടുന്നു. മറ്റാർക്കും ഇതിൽ പങ്കില്ല. ഗുഡ് ബൈ. എന്ത് പ്രതിരോധ സമരം? ഈ വൈകൃതങ്ങൾക്കെതിരെ ഇവിടെ ശക്തമായ നിയമങ്ങളില്ലേ? ജേർണലിസ്റ്റ് പ്രിയാമോഹൻ്റെ ഫീച്ചറുകളുടെ ശേഖരത്തിൽ നിന്നാണ് സിന്ധുവിന് ഈ വാർത്ത കിട്ടിയത്. അല്ല സാർ, ഈ പറയുന്ന പ്രിയാമോഹൻ്റെ
ഫയൽ എങ്ങനെ സിന്ധുവിന് കിട്ടി? അത് ഞങ്ങൾ അന്വേഷിച്ചു മാഡം. പത്രപ്രവർത്തനത്തിൻ്റെ ചില നിഗൂഢ വഴികളിലൂടെയാണ് പ്രിയാമോഹൻ്റെ സഞ്ചാരം. സമൂഹത്തിൽ നടക്കുന്ന ഇത്തരം ചില ദുരന്തങ്ങളെക്കുറിച്ച് ഒരു ഫീച്ചർ തയ്യാറാക്കാനായി അവർ ശേഖരിച്ച പത്രവാർത്തകളാണിത്. മുമ്പ് ചില വിവാദ പരാമർശങ്ങളിലൂടെ പോലീസിൻ്റെ നിരീക്ഷണത്തിലുള്ള ഒരു പേരാണ് പ്രിയാമോഹൻ. പ്രിയാമോഹന് അവിചാരിതമായി വിദേശത്തേക്ക് പോകേണ്ടി വന്നു. അങ്ങനെ ഈ ഫയൽ സിന്ധുവിനെ ഏൽപ്പിച്ചിട്ടാണ് അവർ വിദേശത്തേക്ക് പോയത്. അതേക്കുറിച്ചും അന്വേഷിക്കാനാണ് ഞങ്ങൾ ഇവിടെ വന്നത്. കഷ്ടം. ഇതൊന്നും തടയാൻ നിലവിലെ നമ്മുടെ നിയമങ്ങൾ പര്യാപ്തമല്ലേ? നിയമങ്ങൾ ശക്തം തന്നെയാണ് ഡോക്ടർ. പക്ഷേ ഞങ്ങൾക്കും പരിമിതികൾ ഏറെയാണ്. അറിയാലോ, നിയമങ്ങൾ കൊണ്ട് മാത്രം ഇവിടെ എല്ലാം പരിഹരിക്കാനാവില്ലല്ലോ. എന്നാൽ ശരി ഡോക്ടർ. എത്രയോ മാസങ്ങളായി സിന്ധു എൻ്റെ പേഷ്യൻ്റാണ്. എത്രമാത്രം മാനസികമായി തയ്യാറെടുത്തിട്ടാണ് പ്രതീക്ഷയോടെ കാത്തിരുന്ന് അവളുടെ ചിരകാല സ്വപ്നം പൂവണിഞ്ഞത്. അവരുടെ കുടുംബം ഒരു വസന്തത്തെ വരവേൽക്കാൻ ക്ഷമയോടെ കാത്തിരിക്കുകയായിരുന്നു. എത്രയെത്ര പ്രാർത്ഥനകൾ, വഴിപാടുകൾ. സിന്ധുവിനെ പോലെ നിഷ്കളങ്ക മനസ്സുകളിൽ അപ്രതീക്ഷിതമായി ഏൽപ്പിക്കുന്ന ആഴത്തിലുള്ള മുറിവുകൾ ചെറുതല്ല, എളുപ്പം പരിഹരിക്കാൻ കഴിയാത്തതുമാണ്. അതൊരു പക്ഷേ കുട്ടികൾക്കെതിരായ ലൈംഗിക കുറ്റകൃത്യങ്ങൾ തടയാനുള്ള പുതിയ നിയമം പ്രാബല്യത്തിൽ കുട്ടികൾ പീഡനത്തിനിരയാകുന്ന 2013 70 കുട്ടികൾ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ട കണ്ണൂരിൽ ഈ വർഷം 3 മാസത്തിനുള്ളിൽ. എനിക്കിപ്പോഴും മനസ്സിലാകാത്തതൊന്നുണ്ട്. സത്യത്തിൽ മാനസിക നില തെറ്റിയത് സിന്ധുവിനോ അതോ സമൂഹത്തിനോ?